അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ സൗദിയിലെ പ്രാവശ്യം വീണ്ടും ഓർമ്മിക്കാട്ടോ. ഇപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. 2 ദിവസം മുമ്പ് ഒരാൾ നാട്ടിലേക്ക് റീ എൻട്രി അടിച്ച് പോവാണ്. എമർജൻസി ആയി പോവുക. കാരണം ഇന്ന് ഞായറാഴ്ച 21/12/2025. അദ്ദേഹം ഇന്നൊരു കല്യാണത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കല്യാണം. അദ്ദേഹത്തിന് പോകാൻ വേണ്ടി കഴിഞ്ഞ 2 ദിവസം മുമ്പ് എയർപോർട്ടിൽ പോയപ്പോൾ എയർപോർട്ടിൽ തിരിച്ചയച്ചു. അങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ടു. ഞാനത് കേസിൻ്റെ പ്രിൻ്റ് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മൊബൈലിൽ ഒരു പൈസ അടക്കാനുള്ള കേസാക്കിയതായിട്ടാണ്. അദ്ദേഹം പൈസ അടച്ചിട്ടുണ്ട്. അദ്ദേഹം 250 റിയാൽ അടച്ചിട്ടുണ്ട്. അവർ അത് അപ്ഡേഷൻ ചെയ്തിട്ടില്ല. അടച്ച തെളിവുകളും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിയമപരമായിട്ട് നേരിടാൻ കേസുകാർ പോകണം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പിന്നെ ഒരു 6 വർഷം മുമ്പ് ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോയി പുതിയ വിസയ്ക്ക് വന്നതാണ്. അപ്പോൾ പുതിയ വിസ ആയതുകൊണ്ടാണ് മൂപ്പർക്ക് റീ എൻട്രി ഒക്കെ കിട്ടിയത്. പഴയ ഇക്കാമയിലാണ് ഈ കേസ് കിടക്കുന്നത്, ഈ പൈസ അടക്കാനുള്ളത്. അദ്ദേഹത്തിന് അന്ന് പ്രിൻ്റ് എടുത്ത് കൊടുത്തു. പ്രിൻ്റ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് കോടതിയിൽ കേസുണ്ട്, ആ പൈസ അടക്കാനുള്ളത്. അപ്പോൾ നാളെ അയാൾ നിയമപരമായിട്ട് നേരിടും. അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ, കാരണം 1550 റിയാൽ ടിക്കറ്റ് എടുത്തിട്ട് അദ്ദേഹം പോയത്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, നിയമപരമായി നേരിടുക നഷ്ടങ്ങൾ, അദ്ദേഹത്തിന് അടിച്ച തെളിവുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മൊബൈലോ സെയിനോ എസ്റ്റീസൊക്കെ ബില്ലടക്കാറുണ്ടെങ്കിൽ അടച്ച് ക്ലിയർ ചെയ്ത് ബില്ലുകൾ വാങ്ങുക. ബില്ല് വാങ്ങാതെ നിങ്ങൾ പോരുത്. അവർ പറഞ്ഞ് നിങ്ങൾ പോയിക്കോളി, മെസ്സേജ് വരും, അതൊന്നും നിങ്ങൾ കൈകാര്യമാക്കണ്ട. നിർബന്ധമായിട്ട് ബില്ല് വാങ്ങാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നിങ്ങൾ തെളിവില്ല. എനിക്ക് പറയാനുള്ളത്, പഴയ ഇക്കാമയിലുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വിസയിലേക്കൊക്കെ വരുന്നതിനൊന്നും കുഴപ്പമില്ല. നാട്ടിൽ പോയതിന് ശേഷം കേസായതിന് ശേഷം പ്രശ്നമില്ല. പക്ഷെ വന്നതിന് ശേഷം ആ പഴയ ഇക്കാമയിലുള്ള കേസോ സാമ്പത്തികമായി കൊടുക്കാനുള്ള കേസാണെങ്കിൽ അത് നിങ്ങൾ അടച്ചേ തീരും. മറക്കണ്ട. നിങ്ങൾ മൊബൈൽ STC ചെയ്യുന്ന ബില്ലടക്കാണ്ടെങ്കിൽ കറക്റ്റ് അടച്ച് അതിൻ്റെ ബില്ല് വാങ്ങി ക്ലിയർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ നാട്ടിൽ പോയി വന്നാൽ വേറെ വിസയ്ക്ക് വന്നതാണെങ്കിൽ ആ കേസ് പായതോടെ കിടക്കും. എയർപോർട്ടിൽ മടങ്ങേണ്ടതായി വരും. നിങ്ങളുടെ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. കാരണം ചിലപ്പോൾ ഒരു മരണാന്തര കാരണത്തിന് പോകായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ 5-6 ദിവസം ലീവായിരിക്കും കിട്ടുക, എമർജൻസി ലീവ്. ചിലപ്പോൾ വിവാഹത്തിനായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടമാവും. പിന്നെ മാനസികമായിട്ടൊക്കെ തകരാറിലാവും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അടച്ച് ക്ലിയർ ചെയ്ത് പോകാമെന്ന് എനിക്ക് പറയുള്ളൂ. ഓക്കെ, സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.